സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു വിജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുക. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോ, നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോ, നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. പ്രത്യാശ എന്നെ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ മുഖം. പ്രത്യാശ എന്നെ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ മുഖം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ആനന്ദമേ നിത്യാനന്ദമേ, കാലനോട് വാഴും കാലമെത്രയാനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ, കാലനോട് വാഴും കാലമെത്രയാനന്ദം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറഞ്ഞു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആർത്തു വിളിക്കുന്ന കല്ലുകൾ ആകണം എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ഒരാഴ്ച കൂടി ശേഷിക്കും. ഒലിവുമലയുടെ ഭാഗത്തു നിന്ന് കർത്താവ് യെരുശലേം പട്ടണത്തിലേക്കുള്ള രാജപ്രവേശനം തുടങ്ങുകയാണ്. ചെറുകഴുതപ്പുറത്തേറി സമാധാനത്തിന്റെ പ്രഭുവായി ഞാൻ സാക്ഷാൽ മശിഹ എന്ന നിലയിൽ യാത്ര ചെയ്യുമ്പോൾ കൂടി നിന്ന ബഹുപുരുഷാരം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് ഈന്തപ്പനകളുടെ കുരുത്തോലകൾ കയ്യിൽ പിടിച്ചു വഴിയിൽ അവ വിതറിയും മരത്തിൻ്റെ ഇളം ചില്ലകളൊക്കെ വഴിയിൽ വെട്ടിയിട്ടും രാജസുതന് പട്ടണത്തിലേക്കുള്ള പാത വിരിച്ചൊരുക്കി ആർപ്പിട്ടുകൊണ്ടേയിരുന്നു. തങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ട അത്ഭുത പ്രവൃത്തികളെ കണ്ടും ആർത്തു വിളിച്ചും കൊണ്ടിരുന്ന ജനത്തിൻ്റെ സന്തോഷവും ആനന്ദവും കണ്ട് ശിഷ്യന്മാരും ആർത്തു സന്തോഷിച്ചു. ഹോശന്ന ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ജനം ആർത്ത് സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്നത് കൊണ്ടും ആൾക്കൂട്ടവും ജയാരവവും മുഴങ്ങിക്കൊണ്ടിരുന്നതിനാലും യേശുക്രിസ്തുവിൻ്റെ വൈരികളായ മതമേലാളന്മാരും കപടഭക്തിക്കാരും പരിഭ്രാന്തരായി തീർന്നെങ്കിലും അവർക്ക് ക്രിസ്തുവിനെ
തടഞ്ഞു നിർത്തുവാനായില്ല. ഞാനാണ് നിങ്ങളുടെ രാജാവ് എന്ന് ക്രിസ്തു യേശു ആ യാത്രയിലൂടെ പ്രഖ്യാപിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായെങ്കിലും അവർക്ക് തടയാനാകുന്നില്ല എന്നതിൽ ക്രിസ്തുവിനെ സ്വാധീനിച്ച ജനത്തെ നിശബ്ദരാക്കുവാൻ ഒരു വൃഥാശ്രമം അവർ നടത്തി. യേശുവിനെ ജയ് വിളിക്കുകയും സ്തുതി പാടുകയും ചെയ്യുന്ന ഹോശന്ന ഹോശന്ന എന്നാർക്കുന്ന ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും നിശബ്ദരാക്കുവാൻ പരീശപ്രമാണികൾ കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് അവർ ഉയർത്തിയ ആവശ്യത്തോട് പ്രതികരിച്ച് അവരുടെ നാവടപ്പിക്കുകയായിരുന്നു ചെയ്തത്. അവരോട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. പ്രിയരെ, നാളിതുവരെ യേശുവിനോടടുത്ത ജനത്തിൻ്റെ, ശിഷ്യന്മാരുടെയൊക്കെ കൂട്ടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വികാര പ്രകടനങ്ങളെയും വിലക്കിയിരുന്ന കർത്താവ് ഇപ്പോൾ അതിന് തുനിയുന്നില്ല. തന്നെയുമല്ല, താൻ അത് സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അത്ഭുത സൗഖ്യങ്ങൾ വരുത്തി കൊടുത്തിട്ട് ഇത് പ്രസിദ്ധമാക്കരുത്, ആരോടും പറയരുത് എന്ന് പറഞ്ഞവൻ, ഇതുവരെ എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞവൻ, തൻ്റെ നാഴിക വന്നു ചേർന്നപ്പോൾ തൻ്റെ രാജയാത്രയിൽ ആർത്തു വിളിക്കുന്ന ശിഷ്യരുടെയും ജനസമൂഹത്തിൻ്റെയും നാവടപ്പിക്കുവാൻ പരീശന്മാർ ആവശ്യപ്പെടുമ്പോൾ ശിഷ്യർക്ക് വേണ്ടി വാദിച്ച് എതിരാളികളെ നിശബ്ദരാക്കി. എന്നെ സ്വീകരിച്ചവർക്ക് ഇന്ന് നിശബ്ദരായിരിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തിയത്. കർത്താവിനെ തിരിച്ചറിഞ്ഞവർ, യേശു ക്രിസ്തു ആരെന്ന വെളിപ്പാട് ഉള്ളിൽ കിട്ടിയവർ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർക്ക്, അത് സ്വീകരിച്ചവർക്ക്, അതിന് നന്മ അനുഭവിച്ചവർക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? ഇവർക്കാർക്കും സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അവർ ആർത്തു വിളിക്കും എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ളവരെ നിശബ്ദരാക്കുവാൻ കൂടപ്പിറപ്പുകളെ ഇന്നത്തെ പരീക്ഷ ശക്തികൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നവൻ സന്തോഷമുള്ളവനാകയാൽ, അവർ സമാധാനമുള്ളവരാകയാൽ അവർ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിത്തീരും. നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്കുള്ളിൽ ജീവനില്ല എന്നല്ലേ അർത്ഥം? കർത്താവ് പറഞ്ഞ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നത് ആരെക്കുറിച്ചെന്നതിനുള്ള ഒരു ചിന്ത. കല്ല് എന്നത് ജാതികളെ കുറിക്കുന്നു. കർത്താവിനെ സ്വീകരിക്കുന്ന ജാതികൾ. രക്ഷ ഏവർക്കും കൂടിയുള്ളതാണ്. ആർക്കേണ്ട നിങ്ങൾ ആർക്കാതിരിക്കുമ്പോൾ ആർക്കുന്ന കല്ലുകൾ എനിക്ക് വേറെയുണ്ട് എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കി. മശിഹയെ തങ്ങളുടെ രക്ഷകൻ എന്ന് കണ്ട് ആർത്തു വിളിക്കുന്ന ജാതികൾ, അവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവർ കർത്താവിനെ ആദരിക്കുന്നു. അവർ ആര് വിലക്കിയാലും, അവരെ ആരപമാനിച്ചാലും അവരുടെ രക്ഷകനെ സ്തുതിക്കുവാനും ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരായിരിക്കും എന്ന് ഈ വേദഭാഗത്തിൽ കൂടി വ്യക്തമാക്കുകയാണ്. രക്ഷകനെ സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ, മശിഹയെ അവർ സ്വന്തം ജനം തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, ജാതികൾ അവനെ സ്വീകരിച്ചു. തങ്ങളുടെ രക്ഷകനും കർത്താവായും ഏറ്റുപറഞ്ഞു, പാടി മഹത്വപ്പെടുത്തി. രക്ഷയുടെ വെളിപ്പാട് കെട്ടിയവന് ആരാധിക്കാതിരിക്കുവാൻ, രക്ഷകനെ പിൻഗമിക്കാതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ആ ജനം വെളിപ്പെടുത്തി തെളിയിച്ചു. അവന്, അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൻ്റെ വിലക്കൊരു പ്രശ്നമല്ല, വിലക്കുന്നവരെയും പ്രശ്നമല്ല എന്ന് അവർ വെളിപ്പെടുത്തി കാണിച്ചു. പ്രിയരെ, നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതികൾ മാത്രമല്ല, രാജകീയ പുരോഹിത വർഗവും കൂടിയാണ്. വില കൊടുത്തു വാങ്ങാനാവാത്ത ഭാഗ്യം ലഭിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. മടി കൂടാതെ ദൈവത്തിന് പാടുക, രക്ഷകനെ സ്തുതിക്കുക, രക്ഷയ്ക്കായി, ദൈവകൃപയ്ക്കായി, ദൈവസ്നേഹത്തിനായി, വീണ്ടെടുപ്പിനായി നന്ദി പറയുക, നന്ദിയുള്ളവരായി അനുഗമിക്കുക. നാം നമ്മുടെ വീടിനോടടുക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വീട്ടിൽ നാം എത്തും. ആ വീട്ടിൽ നമ്മളെ കൈക്കൊള്ളും. പരിഹസിക്കുന്നവരും വിലക്കുന്നവരും ഒക്കെ കണ്ടേക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞത് എന്ന് ഓർക്കുക, ഇവർ ആർത്തു വിളിച്ചില്ലെങ്കിൽ
ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. നമുക്ക് ആലയത്തോട് ചേർത്ത് വെച്ച് പണിയുന്ന ജീവനുള്ള കല്ലുകളായി ആർത്തു വിളിക്കുന്നവരുടെ ഗണത്തിലാക്കപ്പെടാം. കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ, ഇനിയും വരാമെന്ന് പറഞ്ഞു പോയവൻ, അവൻ വാഴ്ത്തപ്പെട്ടവനാണ്. അവനെ ആരാധിക്കുവാൻ, അവന് വേണ്ടി ആർക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ സ്തോത്രം പാടുവാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ആര് വിലക്കിയാലും ആര് തടഞ്ഞാലും അതിനെ അതിജീവിച്ചും അവസരങ്ങൾ ഉപയോഗിച്ച് ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താല്പര്യപ്പെടുക. അപ്രകാരം ആ ദൈവത്തിൻ്റെ കൃപ ഏറ്റെടുക്കുവാൻ താല്പര്യപ്പെടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം വായിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. വചനം കൈക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരണമേ. സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒന്നും മടിയുള്ളവരാകാതെ, സ്തുതിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ആർപ്പിടുമ്പോഴും സ്തോത്രം പറയുമ്പോഴും നന്ദിയുള്ള ജീവിതം അർപ്പിക്കുമ്പോഴുമൊക്കെ തടയുന്ന വ്യാപാര ശക്തികളെ, വിലക്കുന്നവരെ, അങ്ങനെയുള്ളവരെ കണ്ട് ഭയപ്പെടാതെ ജീവനുള്ള ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് ആരാധിച്ച് പിൻപറ്റുവാൻ കർത്താവേ തീരുമാനവും ധൈര്യവും ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ സഹായിക്കണമേ. ഇന്ന് പകലിൽ ചില മറുപടികളും വിടുതലുകളും കൽപ്പിച്ചയച്ച് മാനിക്കണം. ദൈവകൃപയാൽ നിറച്ചാട്ടം മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരീയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. മാറാനാഥ. സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു വിജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുക. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുക. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോ, നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോ, നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. പ്രത്യാശയെന്നെ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ മുഖം. പ്രത്യാശയെന്നെ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ മുഖം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ആനന്ദമേ നിത്യാനന്ദമേ, കാലനോട് വാഴും കാലമെത്രയാനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ, കാലനോട് വാഴും കാലമെത്രയാനന്ദം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്
നിലമ്പൂരേ